LDFിന്റെ ഒരു മുന്നേറ്റം അത് ഡോക്ടർ പി സരൺ അവകാശപ്പെട്ടതുപോലെ തന്നെ അത് മുനിസിപ്പാലിറ്റി പരിധിയിൽ പിന്നീട് അങ്ങോട്ട് മാത്തൂരിലേക്ക് വരുമ്പോൾ കണ്ണാടിയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. സാനി മനോമി, ഗുഡ് ഈവനിങ്. ഡോക്ടർ പി സരണ് കഴിഞ്ഞ തവണ 2021 കിട്ടിയതിനേക്കാൾ വോട്ട് കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് ജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും LDF ക്യാമ്പിന് ഒരു ആശ്വാസം പകരുകയില്ലേ? പ്രത്യേകിച്ചും BJPക്ക് ഉണ്ടായ തകർച്ച വെച്ച് നോക്കുമ്പോൾ LDFിന് ലഭിച്ചത് ചെറിയതാണെങ്കിലും ഈ ഒരു മുന്നേറ്റം അത് ഒരു വിജയത്തിന് തുല്യമായി മുന്നോട്ടുള്ള ഒരു ആത്മവിശ്വാസമായി അവർ കാണുന്നുണ്ടോ? പ്രത്യേകിച്ചും ചേലക്കര നിലനിർത്താൻ കഴിയുന്നു, പാലക്കാട്ട് വോട്ട് കൂട്ടാൻ കഴിയുന്നു. ഗുഡ് ഈവനിങ് സുജയ. അതായത് സുജയ പറഞ്ഞത് തന്നെയാണ്, വലിയ ആത്മവിശ്വാസമായി തന്നെ ഇതിനെ കാണുന്നുണ്ട്. കാരണം ചേലക്കര അടക്കമുള്ള ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമാണ്. മാത്രവുമല്ല ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് ഇടതുപക്ഷം പൊതുവെ കാണുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പാലക്കാട് BJP കോൺഗ്രസ് ഡീലുണ്ടായി എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയത്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ശേഷവും ആവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് BJPക്ക് പലയിടങ്ങളിലും വോട്ട് കുത്തനെ കുറഞ്ഞത് എന്നുള്ളൊരു ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. BJP കോൺഗ്രസ് ഡീൽ എന്നതിനപ്പുറത്തേക്ക് ഷാഫി കൃഷ്ണകുമാർ ഡീൽ കൂടി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. BJPക്ക് വലിയ സ്വാധീന മേഖലയായിരുന്ന മൂത്താൻഡറ, അതുപോലെ ഈ മൂത്താൻഡറ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ മറ്റ് ആളുകൾക്ക്, അതായത് കോൺഗ്രസിന് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ ഈ ഡീലിൻ്റെ ഭാഗമായാണ് നടക്കുന്നത് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. മുനിസിപ്പാലിറ്റിയിൽ മാത്രം 7000-ലധികം വോട്ട് മറിക്കുകയാണ് BJP ചെയ്തത്. അതെല്ലാം കോൺഗ്രസിന് മറിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. UDFിൻ്റെ രാഷ്ട്രീയ നിലപാടിനുള്ള വിജയമല്ല ഇത് എന്നും ഇടതുപക്ഷം പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് SDPI ആണ് ആദ്യമായി പ്രകടനം നടത്തിയത്, വിജയാഹ്ലാദ പ്രകടനം നടത്തിയത്. അതിനെയും മറ്റും അങ്ങനെ തന്നെ കാണുകയാണ്. അതായത് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നേടിയ വിജയത്തെ വലിയ വിജയമായി കാണുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് LDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. അതേസമയം സരിനും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. താൻ കണക്കുകൾ അവതരിപ്പിച്ചത് ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ചിഹ്നവും അതുപോലെ 9ാമത്തെ പേരായിരുന്നു എന്നുള്ളതും ഒക്കെ തിരിച്ചടിയായി എന്നാണ് സരിൻ്റെ ഒരു വിലയിരുത്തലായി വരുന്നത്. എന്നാലും 2000-ഓളം വോട്ട് ലോക്സഭയിൽ നിന്ന് കൂടുതൽ കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നത്. BJP കോൺഗ്രസിനെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുകയായിരുന്നു എന്നും സരിൻ പറയുന്നുണ്ട്. SDPI ആഹ്ലാദ പ്രകടനം നടത്തിയതിലും സരിൻ അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് മാത്രം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയം അവസാനിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഏരിയ സമ്മേളനങ്ങളുടെയും മറ്റും കാലമാണ്. ജില്ലാ സമ്മേളനം അടക്കാനുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ൊക്കെ ചർച്ച ചെയ്തത് പരിഹരിക്കാനാവുന്നതേ ഉള്ളൂ എന്നൊരു നിലപാടിലാണ് സരിൻ ഇപ്പോൾ എത്തുന്നത്. അതേ നിലപാട് തന്നെയാണ് CPMന്റെ ജില്ലാ നേതൃത്വത്തിനും അതുപോലെ മന്ത്രി MP രാജേഷ് അടക്കമുള്ള ആളുകൾക്കും ഉള്ളത്.